കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഓക്കെ മാഡം. താങ്ക് യു. ശരി മാഡം. വസുവേട്ടത്തിക്ക് എന്തോ ഒരു പാർസൽ വന്നിട്ടുണ്ട്. അതെന്ത് പാക്കേജാ? ഇനിയിപ്പോ ഈ വീട് താറുമാറാക്കാൻ ബോംബ് വല്ലതാണ് ഓർഡർ ചെയ്തത്? സാരിയാണ് ആന്റി, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ നീ സാരി നോക്കിയാ വേണ്ട. ഈ സാരി ചേച്ചി ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? ആഗ്രഹിക്കുന്നതൊന്നും സ്വന്തം ആവണമെന്നില്ല. അങ്ങനെ ആര് പറഞ്ഞു? ചേച്ചിക്ക് വേണ്ടിട്ടാ ഞാൻ ഈ സാരി വാങ്ങി. എനിക്ക് വേണ്ട. കണ്ടില്ലേ? എന്താ ചേച്ചി, എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? എന്റെ ദേഷ്യമൊക്കെ ആര് കാര്യമാക്കാനാ? എനിക്ക് കാര്യം. ചേച്ചിയുടെ ദേഷ്യം, സ്നേഹം, വിഷമം എല്ലാം എനിക്ക് കാര്യം. എന്താന്നറിയോ, സ്വന്തം ചേച്ചി പോലെ എനിക്ക്. ഞാൻ ആർക്കും ചേച്ചിയല്ല. എനിക്ക് ചേച്ചി തന്നെയാ. അത് ചേച്ചി തന്നെ പറഞ്ഞിട്ടുള്ളതാ. എന്നെ സ്വന്തം അനിയത്തിയായിട്ടാ കാണുന്നേന്ന്. ഞാനൊരു അനാഥയാ ചേച്ചി. അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാതെ വളർന്നവളാ. എന്റെ ബന്ധുക്കളെ പോലും അറിയില്ല. കൈ നീട്ടി വാങ്ങിക്കുന്നതല്ലാതെ കൊടുക്കാൻ അറിയില്ല. ആ ദൈവം എനിക്ക് ഒരു നല്ല ജീവിതം തന്നു കഴിഞ്ഞിട്ട് അതെന്നിൽ നിന്ന് തിരിച്ചെടുക്കുകയും ചെയ്തു. അവിടുത്തെ അമ്മയും അമ്മാവനും എന്റെ അച്ഛനും അമ്മയുമായി മറ്റൊരു ജീവിതം കണ്ടെത്തി തന്നു. ആ ജീവിതത്തിൽ എനിക്ക് സന്തോഷമില്ലെന്ന് കരുതി ഇപ്പൊ ഇതാ ഈ വീട്ടിലേക്ക് അയച്ച് മറ്റൊരു നല്ല ജീവിതം തന്നു. ഇവിടെ ചേച്ചിയും മറ്റെല്ലാവരും എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വാങ്ങുന്നതല്ലാതെ ഞാൻ ആർക്കും ഒന്നും തിരികെ കൊടുത്തിട്ടില്ല ചേച്ചി. അമ്മയും അച്ഛനും അമ്മായിയും അമ്മാവനും ആയിരുന്നാലും അവരോടുള്ള നന്ദി എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ചേച്ചി, കുറഞ്ഞ പക്ഷം എനിക്ക് ചേച്ചിയോട്
എന്താ ആന്റി, ഭാവനേട്ടത്തി സാരി ഒരിക്കലും വാങ്ങില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വാങ്ങുമെന്ന് തോന്നുന്നല്ലോ. അതേടി, എന്റെ പേടി സത്യാവുന്നാ തോന്നുന്നേ. വസുവിന്റെ സംസാരത്തിൽ ഭാവന ഒരുങ്ങി തുടങ്ങിയടി. ഈ സാരി ചേച്ചി വാങ്ങുവാണെങ്കിൽ എനിക്കൊരു ചേച്ചി ഉണ്ടെന്നോർത്ത് സന്തോഷിക്കും ഞാൻ. ഒരു പക്ഷെ ഇത് വാങ്ങിയില്ലെങ്കിൽ ഞാനൊരു അനാഥയാണെന്ന് ഓർത്ത് വീണ്ടും ദുഃഖിക്കും. ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിച്ച അനിയത്തിയായി ജീവിതകാലം മുഴുവൻ വേദനിക്കും. പക്ഷേ അനിയത്തിയെ വേദനിപ്പിച്ച ഒരു ചേച്ചിയായിട്ട് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ചേച്ചി ഈ അനിയത്തി തരുന്ന ഈ ചെറിയ സമ്മാനം വാങ്ങില്ലേ ചേച്ചി? ഭാവനേട്ടത്തി സാരി വാങ്ങുമെന്നാ തോന്നുന്നേ ആന്റി. ഡു സംതിങ് ആന്റി. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. നീ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. വാ 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 വാ. നന്നായിട്ടുണ്ട് മോളെ, വളരെ നന്നായിട്ടുണ്ട്. ഇതിനു മുന്നേ നിന്റെ അനാഥാശ്രമത്തില് ഇതുപോലെ കൈക്കൂലൊക്കെ കൊടുത്താണോ നീ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്? ഇളയമ എന്തായി പറയുന്നേ? എന്താ വസുവേട്ടത്തെ ഇങ്ങനെ ചെയ്യുന്നേ? എല്ലാരും മുന്നിൽ വെച്ച് ഭാസ്കരേട്ടനെയും ഭാവനേട്ടത്തെയും ഇൻസൾട്ട് ചെയ്തിട്ട് ഇന്ന് ആരും ഇല്ലാത്ത നേരം നോക്കി സോറി പറഞ്ഞ് സാരി കൊടുക്കാൻ നോക്കുന്നോ? നാളെ ഭാവനേട്ടത്തി ആ സാരി ഉടുക്കുമ്പോ അത് നിങ്ങളാണ് വാങ്ങിക്കൊടുത്തതെന്ന് എല്ലാവരോടും പറയാൻ വേണ്ടിയാണോ? അതെ മോളെ ഭാവനെ, ഇവൾക്കോ നാണമില്ല. നിന്റെ ബുദ്ധി എവിടെ പോയി? ആരെങ്കിലും എന്തെങ്കിലും തന്നാ അത് അങ്ങനെയങ്ങ് വാങ്ങാ? ഈ വസു നിന്നെയും നിന്റെ ഭർത്താവിനെയും എങ്ങനെയൊക്കെ അപമാനിച്ചത് അതിനുള്ളിൽ അതൊക്കെ മറന്നോ? നാണോ ഇല്ലാതെ ഈ സാരി നീ വാങ്ങിച്ച ഭാസ്കറിന്റെ മാനം എന്താകും? ഇങ്ങനെ വലയിലാക്കി ഭാവനേട്ടത്തിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ ഏട്ടത്തി? അങ്ങനെയൊന്നും അല്ല കാർത്തിക. അങ്ങനെയുള്ള ഒരു വിചാരം എനിക്കില്ല ചേച്ചി. പിന്നെ എന്താടി നിന്റെ വിചാരം? വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ കുഴപ്പിക്കാതെ ഇളയമേ. അപ്പോ ഞാനാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണക്കാരിന്നാണോ? എന്താ ഇവിടെ ഏട്ടത്തി? എന്തു പറയാൻ ഏട്ടത്തി? ഏട്ടത്തിയുടെ രണ്ടാം മരുമകള് മൂത്ത മരുമകളെ അപമാനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. അതെങ്ങനെ പറയാൻ പറ്റും? ആദ്യം പൊള്ളിച്ചിട്ട് പിന്നീട് നെയ് തേച്ചാ റെഡിയാവോ? അപ്പോ സ്വന്തം ഭാര്യയ്ക്കൊരു സാരി പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത ഗതികെട്ടവനാണ് ഭാസ്കർ എന്നാണോ നീ പറയുന്നത്? ഭാവൻ എന്താ ഗതികെട്ടവനാണെന്ന് കരുതിയോ? അതോ ഭാസ്കർ ഒന്നിനും കൊള്ളാത്ത മണ്ടനാണെന്ന് കരുതിയോ? എന്താ ഇളമേ, ഇളമ എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെയോ അല്ല മോളെ, ഉള്ള കാര്യമാ ഞാൻ പറയുന്നേ. നിന്റെ ഭർത്താവ് ഒന്നിനു കൊള്ളാത്തവനാണെന്നും അവന്റെ ജോലി എടുത്തു കളഞ്ഞ് ഇനി ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒക്കെ നിങ്ങൾ എന്നെ തന്നെ ആശ്രയിക്കണമെന്നും അതുകൊണ്ട് കരുണയോടെ നിങ്ങൾക്ക് ഞാൻ ഈ സാരി തരികയാണെന്നും എന്റെ പേര് പറഞ്ഞ് സാരി തൊട്ട് കണ്ണിൽ വെക്കണമെന്നും പറഞ്ഞ് ഭാവനയ്ക്ക് ഇത് കൊടുക്കാൻ നോക്കി. അത് മനസ്സിലാക്കാതെ ദേ ഈ മരമണ്ടി ഈ സാരി വാങ്ങാനും വന്നു. ഇല്ല ഇളമേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല സാരി വാങ്ങിയത്. ഭാവനെ പോലെ നിന്റെ കുതന്ത്രങ്ങൾ മനസ്സിലാവാതിരിക്കാൻ ഞാനൊരു മണ്ടിയൊന്നല്ല. ഏട്ടത്തിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഉണ്ണിയെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയണമ്മേ, ഭാവനച്ചയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഈ സാരി വാങ്ങിയെന്നല്ലാതെ ചേച്ചിയും ഭാസ്കരേട്ടനെയും അപമാനപ്പെടുത്താൻ വേണ്ടിട്ടൊന്നും അല്ല. അതിരിക്കട്ടെ, ഈ സാരി വാങ്ങിക്കൊണ്ടുവരാൻ ആരാ പറഞ്ഞത്? ഭാവന പറഞ്ഞോ അതോ ഭാസ്കറോ? ഞാൻ പറഞ്ഞോ? എനിക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് തോന്നിയമ്മേ. നിന്നോട് സൈലന്റ് ആയിരിക്കാനല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്യുന്നേ? എന്ത് ചെയ്യാനെടുത്തി? ഈ വീട്ടിലെ എല്ലാരെക്കാളും ഇവളാണ് ഗ്രേറ്റ് എന്ന പേര് വാങ്ങണ്ടേ? ഇവൾ എന്ത് വിചാരിച്ചാലും അത് നടക്കുന്നുണ്ടല്ലോ.
നമ്മുടെ ഭാസ്കർ ആണെങ്കിൽ ഒരു മിണ്ടാ പ്രാണി, ഭാവനാണെങ്കിലോ ഏതാ പാല് ഏതാ വെള്ളം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പാവം. പിന്നെ ഏട്ടനും ഏട്ടത്തിയും ഇതൊന്നും ശ്രദ്ധിക്കത്തുമില്ല. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞാ ഞാൻ വഴക്കുണ്ടാക്കുകയാണെന്ന് പറയും. അതുകൊണ്ടാ ഈ വസു അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്. ഇവളെ തടയാൻ ഇവിടെ ആരാ ഉള്ളത്? ഇവളുടെ മനസ്സിൽ തെറ്റായിട്ടുള്ള ചിന്തയൊന്നുമില്ല ഭാവനെ. നീ സാരി വാങ്ങിച്ചോ? ഇല്ലെങ്കിൽ അവക്ക് ഫീൽ ചെയ്യും പോലും. അതിന്റെ ആവശ്യമില്ല. ആ സാരി വസുവിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്താ ഇത്? ഇത്രയും പറഞ്ഞിട്ട് സാരി വാങ്ങിച്ചല്ലോ. ഇവക്കാണോ അതോ എനിക്കാണോ നാണം ഇല്ലാത്തത്? നമുക്കും നാണോ ഇല്ല. നിന്റെ കുറഞ്ഞ മോൻ കണ്ടിട്ടാ അവള് സാരി വാങ്ങിച്ചോണ്ട് പോയത്. ഇനി സന്തോഷായിട്ടിരിക്കും. ഇതൊന്നും എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റില്ലേ. ഞാൻ കാശിയിലോ രാമേശ്വരത്തേക്കോ പോവാൻ പോവാ. എന്റെ ഭർത്താവിനോടൊപ്പം ഞാനും അങ്ങ് പോയിരുന്നേ നന്നായേനെ. എന്നാ ഇതൊന്നും എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നല്ലോ. എന്താ ചേച്ചി ഇത്? ഞാനൊന്നും ഫ്രീ ആയിട്ട് വാങ്ങാറില്ല. സാരിക്ക് നീ കൊടുത്ത കാശ് ഞാൻ നിനക്ക് തിരിച്ചു തരുവാ. സാരിക്ക് എന്തിനാ ചേച്ചി കാശ് തരുന്നേ? ഞാൻ അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയിലല്ല. എന്റെ ഭർത്താവും കുറച്ചൊക്കെ സമ്പാദിക്കുന്നുണ്ട്. നല്ല തിരിച്ചടിയാ ഭാവന കൊടുത്തത്. ഞാൻ കൊടുത്ത അടി മാറിയെന്നാ വിചാരിച്ചേ. ഞാൻ കാശിന് വേണ്ടിട്ടല്ല ഈ സാരി ചേച്ചിക്ക് തന്നത്. എന്റെ ആഗ്രഹം കൊണ്ടാ. ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ആ സാരി നിന്റെ വാങ്ങിയത് എന്ന് പറഞ്ഞ് നിന്റെ അടുത്ത് കടക്കാരിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചേച്ചിക്ക് എനിക്കിടയിൽ എന്ത് കട ഉള്ളത്? ചേച്ചിയോടുള്ള എന്റെ സ്നേഹം കൊണ്ട് വാങ്ങി തന്നത് ആ സാരി. നിനക്കും എനിക്കും ഇടയിൽ എന്ത് സ്നേഹം ഉണ്ടെന്ന്?
പരിഭവചന്ദ്രൻ പാതിമറഞ്ഞു, പാടാൻ മറന്നു കുയിലിണകൾ. താരുകൾ വാടി തളിരുകളിടറി രജനീഗന്ധികൾ വിടരാതായി. നിലാപ്പൂപ്പന്തലോ കനൽ കൂടാരമായി തമ്മിൽ മിണ്ടാതെ പോകുന്നൊരാപ്പാടികൾ അങ്ങകലെ, അങ്ങകലെ വിതുമ്പുന്നു മൂകാർദ്രതാരം. ഇനിയൊന്നു ചേരുമാവണിയെങ്ങോ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി. ആളൊഴിയുന്നു, അരങ്ങൊഴിയുന്നു, നിഴൽ നാടകമോ മായുന്നു. ഹരിതവനങ്ങൾ, ഹൃദയതടങ്ങൾ വേനൽ ചൂടിൽ വീകുന്നു. വരൂ വാസന്തമേ, വരൂ വൈശാഖമേ, നിങ്ങളില്ലാതെ ഈ ഭൂമി മൺകൂനയായി. ഇങ്ങിതിലേ, ഇങ്ങിതിലേ വരൂ ശ്യാമ സാഫല്യ ഗംഗെ. ഇതു സാമഗാന സാന്ത്വനയാമം. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി,